പെർമിറ്റ് എടുത്താണ് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. അതിന്റെ കാലാവധി 11/6 അവസാനിച്ചതാണ്. എന്നാൽ ഇദ്ദേഹം വീണ്ടും കോടതിയെ സമീപിക്കുകയും ഈ ഉത്തരവിന്റെ കാലാവധി വീണ്ടും 2 മാസത്തേക്ക് നീട്ടി മേടിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നീട്ടി മേടിച്ചതിന്റെ കോപ്പിയും അദ്ദേഹം ഒരു പെർമിറ്റിന്റെ താൽക്കാലിക പെർമിറ്റുള്ള അപേക്ഷ ഉൾപ്പെടെ ഓഫീസിൽ 16/6 കൊണ്ട് സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മളൊരു താൽക്കാലിക പെർമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കാലാവധി തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഫീസ് അടച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു പുതിയ താൽക്കാലിക പെർമിറ്റ് എടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫീസ് അടച്ച് അദ്ദേഹം ഒരു പെർമിറ്റ് നിലവിൽ കരസ്ഥമാക്കിയിട്ടില്ല. അദ്ദേഹം അതിന്റെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഈ കോടതി ഓർഡർ മാനിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിന്റെ താൽക്കാലിക പെർമിറ്റ് പുതിയതായിട്ടൊരു പെർമിറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അയാൾ നിരന്തരമായി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കോടതിയിൽ നിന്നും അനുകൂല വില സമ്പാദിച്ചുകൊണ്ട് ഇങ്ങനെ സർവീസ് നടത്തുകയാണ്. മറ്റാർക്ക് നടത്താൻ പറ്റാത്ത തരത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇദ്ദേഹത്തിന് മാത്രം കഴിയുന്നത്? അല്ല, അതിനെപ്പറ്റിയൊന്നും എനിക്ക് വ്യക്തമായ അറിവുകളൊന്നുമില്ല. ഞാൻ ഈ 2 മാസത്തിന് മേലെയായിട്ടുള്ള ഈ ഓഫീസിലോട്ട് സ്ഥലം മാറി വന്നിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഈ ഒരു വിഷയത്തിൽ ഇദ്ദേഹം ഫീസ് അടച്ച് പെർമിറ്റ് എടുക്കാത്തത് മൂലമുണ്ടായ ഒരു പ്രശ്നമാണ് ഇവിടെ സൃഷ്ടിച്ചത്. കാരണം മറ്റു വാഹന ഉടമകൾ പരിശോധിക്കുമ്പോൾ ഈ വാഹനം പെർമിറ്റ് ഇല്ലാതെ ഓടുന്നു എന്നുള്ളൊരു പരാതിയുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റിന്റെ ഉദ്യോഗസ്ഥൻ ചാർജുള്ള മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഈ വാഹനം പരിശോധിച്ചപ്പോൾ പെർമിറ്റ് ഇല്ല എന്ന് അദ്ദേഹം ബോധ്യപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് ഇതിന് കേസ് ചാർജ് ചെയ്യേണ്ടി വന്നത്. ഈ വാഹനത്തിന് വേണ്ടിയിട്ട് ടെമ്പററി പെർമിറ്റ് എടുക്കുന്നതിന് ഫീസ് അടച്ച് അദ്ദേഹം ഇവിടെ അപേക്ഷ തന്നാൽ നമുക്ക് കോടതി ഓർഡർ മാനിച്ചുകൊണ്ട് പെർമിറ്റ് കൊടുക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. ഇങ്ങനെ പെർമിറ്റ് ഇല്ലാത്തൊരു വാഹനം കസ്റ്റഡിയിലെടുക്കാൻ MVDക്കാർ നിയമപരമായി അത് കസ്റ്റഡി എടുക്കുന്നതിന് അവകാശമുള്ളതാണ്. അത് പൊതുവായിട്ട് പബ്ലിക്കിന്റെ സേഫ്റ്റിയും കൂടെ ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പൊ ഇന്ന് നടത്തിയേക്കുന്ന പ്രവർത്തനങ്ങളെ നിയമപരമായി തന്നെയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നത്. അദ്ദേഹം കോടതിയിൽ നിന്ന് അനുമതി ലഭിച്ചുവെങ്കിലും അതും കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് അനുമതി ലഭിച്ചെങ്കിലും അദ്ദേഹം അത് ഓഫീസിൽ തന്ന് അദ്ദേഹം ഒരു പെർമിറ്റ് എടുക്കുമ്പോഴാണ് ആ പെർമിറ്റ് അതിന് വരുന്നത്. അതിനൊരു ഫീസ് അടയ്ക്കണം. അപ്പൊ ആ ഫീസ് അടയ്ക്കൽ ഇവിടെ നടന്നിട്ടില്ല. ഇതിനു മുമ്പ് അദ്ദേഹം ഇതേ വാഹനത്തിന് താൽക്കാലിക പെർമിറ്റ് എടുക്കുകയും അത് 11/6 വരെ കാലാവധിയായിട്ട് ഈ ഓഫീസിന് കൊടുത്തിട്ടുള്ളതാണ്. ആ കാലാവധി അവിടെ അവസാനിച്ചു. അതിന്റെ എക്സ്റ്റൻഷന് വേണ്ടി അദ്ദേഹം കോടതിയിൽ പോയി. കോടതിയിൽ നിന്ന് വീണ്ടും ഓർഡർ കൊണ്ടുവന്നു, അപേക്ഷ കൊടുത്തു. പക്ഷെ അതിനൊരു ഫീസും കൂടെ അടച്ച് ആ പെർമിറ്റ് കരസ്ഥമാക്കിയിരുന്നു എങ്കിൽ ഇപ്പൊ ഒരു തർക്കത്തിന് വിഷയമില്ലായിരുന്നു. അല്ല, ഇന്നാണ് ഇപ്പൊ ഈ വിഷയം എന്റെ ശ്രദ്ധയിൽ വന്നത്.